നമ്മൾ ഇന്നെടുക്കുന്ന ടോപ്പിക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ നീഡ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു ഭാഗമാണ്. അത്ര മാത്രം ഒരു വൈഡർ ടോപ്പിക്കല്ല ഇത്. എന്നാൽ കൂടെ നമ്മളുടെ ഈ നാച്ചുറൽ റിസോഴ്സസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിൽ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡും കൂടിയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വന്നിട്ടുള്ളത് ഒരുപാട് തരത്തിൽ നമ്മളുടെ നാച്ചുറൽ റിസോഴ്സസിനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് സേവിങ് ദ നേച്ചർ എന്നുള്ള അതിൽ വന്നിട്ടുള്ളതാണ്. അപ്പം നമുക്കറിയാം എന്തൊക്കെ രീതിയിലാണ് നമ്മൾ ഈ പറഞ്ഞ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ കാട് കയ്യേറുന്നതും അല്ലെങ്കിൽ കാട്ടിലെ വന്യമൃഗങ്ങളെ അറ്റാക്ക് ചെയ്യുന്നതും അതിൻ്റെ തൊലി എടുത്തിട്ടുള്ള ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ. അത് എന്ത് തരത്തിലുള്ള പർപ്പസിനായാലും ഡെവലപ്മെൻറ്റൽ പർപ്പസിനാവാം. മോസ്റ്റ്ലി നമ്മളുടെ ഡെവലപ്മെൻറ്റ് പർപ്പസും അതുപോലെ പേഴ്സണൽ നീഡ്സിനും നമ്മൾ നാച്ചുറൽ റിസോഴ്സസിനെ ചൂഷണം ചെയ്യാറുണ്ട്. അതിപ്പം മോസ്റ്റ്ലി നമ്മൾ കാണുന്നത് ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസിൽ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസ് റോഡ് കൺസ്ട്രക്ഷൻ ആവാം, ഡാമിൻ്റെ കൺസ്ട്രക്ഷൻസ് ആവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റുള്ള ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ പണിയുന്നതിന് വേണ്ടിയിട്ട് നമ്മളടുത്ത് ഭൂമി ഇല്ലാത്തൊരവസ്ഥയിൽ, ജനസംഖ്യ കൂടുന്നൊരവസ്ഥയിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫോറസ്റ്റ് പോലെയുള്ളതും അല്ലെങ്കിൽ റെയിൻ ഫോറസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, മഴക്കാടുകൾ, അല്ലെങ്കിൽ പ്രകൃതി അനുഗ്രഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ള പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പണിയുന്നത്. ഇപ്പോൾ നമ്മൾ കൊച്ചി അല്ലെങ്കിൽ കോഴിക്കോട്, തിരുവനന്തപുരം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള സിറ്റി അല്ലെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള ബിൽഡിങ്, മാളുകളൊക്കെ കാണുന്നുണ്ട്. അപ്പം ഒരു തരത്തിലത് ഡെവലപ്മെൻറ്റൽ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ കൂടി അത് കുറേയൊക്കെ നമ്മളുടെ നാച്ചുറൽ റിസോഴ്സസിനെ ചൂഷണം ചെയ്യുകയാണ്. അതിലൂടെ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നമുക്കറിയാം. പൊല്യൂഷൻ പോലെയുള്ളതും അതുപോലെ പേഴ്സണലായിട്ടുള്ള ഓരോ മനുഷ്യന്മാർക്ക് വരുന്ന രോഗങ്ങളും കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ നാച്ചുറൽ റിസോഴ്സസിനെ നമ്മൾ ഇങ്ങനെ ഇത് ചെയ്യുമ്പം വംശനാശം, എക്സ്റ്റൻഷൻ ഓഫ് സ്പീഷീസ് ഒക്കെ സംഭവിക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ നാച്ചുറൽ റിസോഴ്സസിൻ്റെ എക്സ്പ്ലോയിറ്റേഷനും അതുപോലെ ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ആകെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ നീഡ്, അത് കൊണ്ടുവന്നതിൻ്റെ ഒരു ആവശ്യകത എന്താണെന്നുള്ളതാണ്. So, sustainable development is the idea that human societies must live and meet their needs without compromising the ability of future generation to meet their own needs. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ആ ഐഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ പ്രസൻറ്റിൽ നമ്മൾ ജീവിക്കുന്ന നമ്മളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുകയും, പക്ഷേ നമ്മളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന സമയത്ത് വിത്തൗട്ട് കോംപ്രമൈസിങ് ഫ്യൂച്ചർ ജനറേഷൻ്റെ റിസോഴ്സസ്, നമ്മളുടെ ഭാവിയിലേക്കുള്ള കുറേ വിഭവങ്ങളുണ്ട്, അതിനെ കോംപ്രമൈസ് ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യാതെ പ്രസൻറ്റിൽ നമ്മൾക്ക് വേണ്ടത് മാത്രം അല്ലെങ്കിൽ അതിനെ സേവ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെൻറ്റിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. So the official definition of sustainable development was developed for the first time in the Brundtland report in 1987. 1987 ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ടിലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിൻ്റെ ഡെഫിനിഷൻ വന്നിട്ടുള്ളത്. Specifically, sustainable development is a way of organizing society so that it can exist in the long term. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ അതൊരു ലോങ് ടേം ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേ കാലത്തേക്കുള്ള ഒരു പ്രിപ്പറേഷനാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അല്ലാതെ നാളത്തേക്ക് മാത്രം അല്ലെങ്കിൽ നാളെ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് മാത്രമായിട്ടുള്ളതല്ല, ഷോർട്ട് ടേം അല്ല, എപ്പോഴും ലോങ് ടേം ആയിട്ടുള്ള സേവിങ്ങിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നാച്ചുറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് പറയുന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. This means taking into account both the imperatives present and those of the future, such as the preservation of the environment and natural resources, or social and economic equity. അതായത് ഇപ്പോൾ ഈ പറഞ്ഞതിന് അർത്ഥം ഇത്രയേ ഉള്ളൂ.
പ്രസൻറ്റും ഫ്യൂച്ചറും നോക്കിക്കൊണ്ട് തന്നെ അതിനെ പ്രിസർവ് ചെയ്യുന്നത്, കുറേയൊക്കെ കാര്യങ്ങളെ പ്രിസർവ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു ടോപ്പിക്ക് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ വന്നത് എന്ന് പറയുന്നുണ്ട്. അത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഈസ് കണക്റ്റഡ് ടു ദ റൈസ് ഓഫ് ദി ഐഡിയ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അതിൻ്റെ ഒരു തുടക്കത്തിലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ ആ ഒരു ഐഡിയ മുന്നോട്ട് വന്നിട്ടുള്ളത്. From the second half of the 19th century, Western societies started to discover that their economic and industrial activities had a significant impact on the environment and the social balances. അതായത് ഒരു 19ാമത്തെ സെഞ്ച്വറീൻ്റെ പകുതി ആയപ്പോഴേക്കും അവിടുത്തെ ഈ പറഞ്ഞ പാശ്ചാത്യ സമൂഹങ്ങളിൽ ആൾക്കാർക്ക് ബോധം വരാൻ തുടങ്ങി. അവർ ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിൻ്റെയൊക്കെ ഭാഗമായിട്ട് പലതരത്തിൽ അത് പരിസ്ഥിതിയെയും സാമൂഹിക ജീവിതത്തെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം അവർക്ക് ഈ പറഞ്ഞ 19ാമത്തെ സെഞ്ച്വറീൻ്റെ ഹാഫോടുകൂടെ മനസ്സിലാവുകയാണ് ചെയ്തിട്ടുള്ളത്. ദെൻ several ecological and social crises took place in the world and rose awareness that a more sustainable model was needed. അതായത് ആ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം ഒരുപാട് തരത്തിൽ ഇങ്ങനത്തെ എൻവയോൺമെൻറ്റൽ അല്ലെങ്കിൽ എക്കോളജിക്കൽ പ്രോബ്ലംസ് വരികയും ആൾക്കാർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ മോഡലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം 1907 അമേരിക്കൻ ബാങ്കിങ് ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ 1923 ദ ക്രൈസിസ് ഓഫ് അമേരിക്കൻ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അതുണ്ടായിട്ടുണ്ട്. പിന്നെ 1929 1930 ഫിനാൻഷ്യൽ ക്രൈസിസ് തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ 1968 ദ വേൾഡ് വൈഡ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ബ്യൂറോക്രാറ്റിക് എലൈറ്റ്സ് അങ്ങനെ നടന്നിട്ടുണ്ട്. ഇതൊക്കെ ഇതിൽ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവരോടുള്ള പ്രതിഷേധം വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള എക്കോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിൻ്റെയും പരിസ്ഥിതിയെയും ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ ഗവൺമെൻറ് ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രൈസിസ് ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് ഇക്കോളജിക്കലായിട്ടുള്ള ക്രൈസിസ് പറയുകയാണെങ്കിൽ 1954 റോങ്ലാബ് ന്യൂക്ലിയർ ഫാൾ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ 1956 മെർക്കുറി ക്രൈസിസ് ഓഫ് മിനാമാട്ട എന്ന് പറഞ്ഞിട്ടുള്ള അതുണ്ടായിട്ടുണ്ട്. പിന്നെ 1957 ടോറെ കാനിയോൺ ഓയിൽ സ്പില്ല് ഉണ്ടായിട്ടുണ്ട്. പിന്നെ 1976 സിവേസോ ഡിസാസ്റ്റർ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള 1984 ഭോപ്പാൽ ഡിസാസ്റ്റർ, അത് നമുക്കൊക്കെ അറിയുന്നതാണ്. അതുകൊണ്ട് എന്തൊക്കെ അത് ശരിക്കും മാൻമെയ്ഡ് കോസ് തന്നെയാണ് അത് ഭോപ്പാൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ 1986 ചെർണോബൈൽ ന്യൂക്ലിയർ ഡിസാസ്റ്റർ ഉണ്ടായിട്ടുണ്ട്. പിന്നെ 1999 എറിക്ക ഡിസാസ്റ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമുക്കിപ്പോൾ വേണമെങ്കിൽ നമ്മളുടെ 2018-2019 ഉണ്ടായിട്ട് ഫ്ലഡ് അത് വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഇക്കോളജിക്കൽ ക്രൈസിസിൽ പെടുത്താം. കാരണം നമ്മളുടെ ഭൂമിയെ അത്രയും രീതിയിൽ ഹാംഫുൾ ആക്കിയത് കൊണ്ടാണ് അത്തരത്തിലുള്ളൊരു ഫ്ലഡ് അല്ലെങ്കിൽ വെള്ളത്തിന് ഒഴുകാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കെട്ടിപ്പൊക്കിയപ്പം മണ്ണ് നമ്മൾ പറയല്ലോ വീടുകളിലൊക്കെ മിറ്റം വേണമെന്നൊക്കെ പറയില്ലേ, അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ വെള്ളം ഇറങ്ങാനാണ്. ഭൂഗർഭജലം ഉണ്ടാവുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ ആ വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അത് ഉള്ളത്. പക്ഷേ ഇപ്പോഴത്തെ നമ്മൾ പലയിടത്തും പോവുകയാണെങ്കിൽ 3 സെൻറ്റിലായിരിക്കും വീട്, അതിൽ വീട് തന്നെ ആയിരിക്കും 3 സെൻറ്റിലും, വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പം വെള്ളം എങ്ങോട്ട് ഇറങ്ങും എന്നുള്ളത് ഒരു പിടിയില്ല. അപ്പോൾ സൈഡിലൊക്കെ ചെറിയ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കെട്ടി നിന്നിട്ട് അതങ്ങോട്ട് പൊങ്ങുകയാണ് ചെയ്യുക. അപ്പം അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ഇത്തരത്തിൽ നമ്മൾ നാച്ചുറൽ റിസോഴ്സസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ in 1968 the ecologist and philosopher Garrett Hardin wrote an essay entitled The Tragedy of the Commons. അതായത് ഗ്രാരറ്റ് ഹാർഡിൻ പറഞ്ഞിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ എസ്സേ ആയിട്ടുള്ള ട്രാജഡി ഓഫ് ദ കോമൺസിൽ ഹി ആർഗ്യൂ ചെയ്തിട്ടുണ്ട് ദാറ്റ് ഇഫ് ഇൻഡിവിജ്വൽസ് ആക്ട് ഇൻഡിപെൻഡൻ്റ്ലി റേഷണലി ആൻഡ് ഫോക്കസ്ഡ് ഓൺ പെർസ്യൂയിങ് their individual interest, they would end up going against the common interest of their communities and exhaust the planet's natural resources. അതായത് അയാളുടെ അഭിപ്രായത്തിൽ അയാൾ ഇങ്ങനെ പറയുന്നു, ഒരു മനുഷ്യന് ഒരു വ്യക്തിക്ക് അയാളുടെ ഇൻട്രസ്റ്റ് നോക്കിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും, ഹീ വിൽ ഗോ ടു ദ മാക്സിമം എന്നുള്ളതാണ്.
അയാൾ ആ വിഭവത്തെ അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസിനെ മാക്സിമം ലെവലിൽ യൂട്ടിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇൻ ദിസ് വേ ഹ്യൂമൻ ഫ്രീ ആക്സസ് ആൻഡ് അൺലിമിറ്റഡ് കൺസംഷൻ ഓഫ് ഫിനൈറ്റ് റിസോഴ്സസ് വുഡ് എക്സ്റ്റിങ്ക്യൂഷ് ദീസ് സെയിം റിസോഴ്സസ്. അതായത് നമ്മൾ ഫ്രീ ആണ് നമ്മളുടെ നാച്ചുറൽ റിസോഴ്സസിനെ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് വിട്ടിരിക്കുകയാണ് ഇപ്പോൾ. അതായത് നമ്മുടെ 1915 ശേഷം അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷേഴ്സ് വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ തന്നെ ഈ നാച്ചുറൽ റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിന് ഗവൺമെൻറ് ആക്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഫോറസ്റ്റ് ആക്ട്, വാട്ടർ ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്റ്റുകളൊക്കെ വന്നിട്ടുള്ളത്. അതിന് മുന്നേ ഒക്കെ ആൾക്കാരെന്തായിരുന്നു, അവർക്ക് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഫ്രീഡം അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയായിരുന്നു. പിന്നീട് അത് മാറി വന്നതോടനുസരിച്ച് അത് കൂടുതലായി, അല്ലെങ്കിൽ അതിൻ്റെ യൂട്ടിലൈസേഷൻ പൈസ ഉള്ളവരെന്ത് ചെയ്യും, അത് കുറച്ചും കൂടെ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകൾ വരുമ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു കാര്യമാണ് അവിടെ എന്ത് പറയുക ആപ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുക. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പറയും പ്ലാസ്റ്റിക് ബാഗ് യൂസ് ചെയ്യാതിരിക്കുക, അതിന് പകരം ക്ലോത്തിൻ്റെയോ അല്ലെങ്കിൽ എന്താ പറയുക പേപ്പറിൻ്റെയോ കവേഴ്സ് യൂസ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ റീസൈക്ലിംഗ് പോലെയുള്ളത്, അങ്ങനത്തെ പരിപാടികളൊക്കെ അല്ലേ. ഇതൊക്കെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ മെത്തേഡ്സ് ആണ്. ഈ പ്ലാസ്റ്റിക് ബാഗ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്തിട്ട് യൂസ് ചെയ്യുക, പ്ലാസ്റ്റിക് ബാഗിനെ ഒഴിവാക്കിയിട്ട് ഇത്തരത്തിൽ തുണിയുടെയോ അല്ലെങ്കിൽ പേപ്പറിൻ്റെയോ ഒക്കെ ബാഗ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുമ്പം സോഴ്സസിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു കൺട്രോൾ ചെയ്യുന്നത്, അതായത് അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തിൻ്റെ വേസ്റ്റേജും കാര്യങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രിസേർവ് ചെയ്ത് വയ്ക്കുക എന്നുള്ളത്, മുന്നോട്ടുള്ള ഭാവിയിലേക്കുള്ള സാധനങ്ങളെ പ്രിസേർവ് ചെയ്യുക. അതുപോലെ ഈ പറഞ്ഞ എൻവിയോൺമെൻറ്റൽ എക്കോളജിക്കൽ ആക്ടിവിറ്റീസും അതുപോലെ എൻവിയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഓരോരോ വേ ആണ് അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ്. പിന്നെ നീഡ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇത്തരത്തിൽ നമ്മളുടെ നാച്ചുറൽ റിസോഴ്സസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ ഒബ്വിയസ്ലി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു മെത്തേഡ് അവിടെ ആവശ്യമാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ നോട്ട് ഞാൻ അയച്ചു തരാം, അതൊന്ന് വായിച്ചു നോക്കുക. ഇതിൽ നിങ്ങൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ചിലപ്പോൾ 5 മാർക്കിനോ അല്ലെങ്കിൽ 6 മാർക്കിനൊക്കെ ചോദിച്ചാലും എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, എന്തുകൊണ്ടാണ് അതിൻ്റെ ആവശ്യകത എന്ന് പറയുമ്പം, എന്തുകൊണ്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആവശ്യകത എന്നുള്ളൊരു കാര്യം എഴുതുമ്പം ഒബ്വിയസ്ലി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളുടെ പൊല്യൂഷൻ, ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മളുടെ പ്രകൃതിയുടെ അവസ്ഥ എന്താണ്. അതുകൊണ്ട് തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾ അതിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് അനിവാര്യമാണെന്ന് പറയാം.